അരുണാചൽ പ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത 3 പേരുടെയും മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോയി. നവീന്റെ മൃതദേഹം കോട്ടയത്തേക്കും ആര്യയുടേതും ദേവികയുടെയും തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ വീടുകളിലേക്കുമാണ് കൊണ്ടുപോയത്. സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. ശിവദാസ് കർമ്മനം കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശിവദാസ്, ഈ ദുരൂഹതയാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. അതിൽ ഈ അന്വേഷണം ശക്തമാക്കുമെന്ന് തന്നെയല്ലേ അന്വേഷണ സംഘവും അറിയിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണോ? തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ നിന്നുള്ള 5 പ്രത്യേക സംഘങ്ങൾ ഈ അന്വേഷണം നടത്തുന്നുണ്ട്. കേരള പോലീസിന്റെ സഹായത്തോടെയാണ് അന്വേഷണം നടത്തുന്നത്. നിരവധി കാര്യങ്ങൾ അവർ പരിശോധിച്ചു. ഇവരുടെ ഫോൺ കോളുകളും അതോടൊപ്പം തന്നെ ഫോൺ സെർച്ച് ചെയ്ത ഗൂഗിളിൽ അടക്കം ചെയ്ത മറ്റു കാര്യങ്ങളും ഡാറ്റകളും അടക്കം ഇവർ പരിശോധിച്ചു. ഈ ഡാറ്റകൾ പലതും ഡിലീറ്റ് ചെയ്തത് ഈ അന്വേഷണത്തിനൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തായാലും 3 പേരുടെയും മൃതദേഹം ഇന്ന് 12:30-ഓടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. അതിനുശേഷം 3 പേരുടെയും മൃതദേഹങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നവീനിൻ്റെ മൃതദേഹം കോട്ടയത്തേക്കാണ് കൊണ്ടുപോയത്. മറ്റ് 2 പേരുടെയും ദേവികയുടെയും ആര്യയുടെയും മൃതദേഹം അവരുടെ വീടായ വട്ടിയൂർക്കാവിലേക്കാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഇതാ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ദേവികയുടെ മൃതദേഹം വട്ടിയൂർക്കാവിലെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ തത്സമയമായി കാണുന്നത്. അതിനുശേഷം ആയിരിക്കും മറ്റ് സംസ്കാരം അടക്കമുള്ള നടപടികൾ. ഇപ്പോഴും ഏറ്റവും വലിയ ഒരു ദുരൂഹതയായി നിലനിൽക്കുന്നത് ഇവർ എന്തിനാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തു എന്നത് തന്നെയാണ്. കാരണം ബ്ലാക്ക് മാജിക് ആണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് 1 മുതൽ ഇവർ ഇമെയിലിൽ അടക്കം ഇത്തരത്തിലുള്ള വിവരങ്ങൾ തമ്മിൽ പങ്കുവച്ചിരുന്നത്. അതൊരു രഹസ്യ കോഡിലൂടെയായിരുന്നു ഇവർ ആ പങ്കുവച്ചിരുന്നത്. അതെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാർക്കെങ്കിലും ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം അരുണാചലിലെ ഇറ്റാനഗറിൽ വെച്ചാണ് ഇവർ 3 പേരും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അവിടേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം, അവിടെ ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ രീതിയിൽ അവിടെ ഈ രീതിയിൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം അരുണാചൽ പ്രദേശ് പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ നടക്കുന്നുണ്ട്. കേരള പോലീസും ഈ സംഘത്തോടൊപ്പം ഉണ്ട്. വട്ടിയൂർക്കാവിൽ നിന്നുള്ള ഒരു സംഘം ഇപ്പോഴും അരുണാചലിൽ തുടരുന്നുണ്ട്. അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ദുരൂഹത നിലനിൽക്കുകയാണ്. പോലീസിന്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട് മറ്റു കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിൽ ഒന്നും പറയാറായിട്ടില്ല എന്നാണ് പോലീസ്. ഇപ്പോൾ ഒരു പ്രതിസന്ധി തുടരുന്നത് ഇവരുടെ പല ഡാറ്റകളും ലാപ്ടോപ്പിലും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിലും അടക്കമുള്ള ഇവരുടെ പല ഡാറ്റകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നതാണ് അന്വേഷണത്തെ ബാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അടക്കം ഇത് വീണ്ടും തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീക്കങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ നാട്ടിൽ എത്തിച്ചു, വീട്ടിലേക്ക് എത്തിച്ചു. ഇനി പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം സംസ്കാരം നടക്കും. ഇന്നും നാളെയുമായിട്ടാണ് സംസ്കാരം നടക്കുക. അനു.